അനഘ കോളേജ് വരാന്തയിലൂടെ നടന്നു വരുമ്പോൾ ദൂരെ നിന്ന് തന്നെ ആ കാഴ്ച കണ്ടു. ശ്രുതി സിദ്ധാർത്ഥിനോട് ചേർന്ന് നിന്ന് എന്തൊക്കെയോ കാര്യമായി സംസാരിക്കുകയാണ്. ഇടയ്ക്കിടെ അവൾ ചിരിക്കുന്നുമുണ്ട്. അനഘ അരികിലെത്തിയപ്പോൾ ശ്രുതി ഒന്ന് അവളെ മുഖമുയർത്തി നോക്കി. അവളുടെ കണ്ണുകളിൽ വ്യക്തമായ പുച്ഛം നീലിക്കുന്നുണ്ടായിരുന്നു. താൻ സിദ്ധാർത്ഥിനോട് എത്രത്തോളം അടുത്താണെന്ന് അനഘയെ കാണിച്ചു കൊടുക്കാനുള്ള ഒരു ശ്രമം പോലെ അവൾക്കത് തോന്നി. എന്നാൽ സിദ്ധാർത്ഥ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ തൻ്റെ കയ്യിലുള്ള പുസ്തകത്തിലെ എന്തൊക്കെയോ സങ്കീർണമായ ഭാഗങ്ങൾ ശ്രുതിക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന തിരക്കിലാണ്. പഠനകാര്യത്തിലും അവൻ്റെ ആത്മാർത്ഥത കാരണം ചുറ്റും നടക്കുന്ന ഈ നോട്ട മത്സരങ്ങളൊന്നും അവൻ ശ്രദ്ധിച്ചതേയില്ല. അനഘ പക്ഷെ പതറിയില്ല. ശ്രുതിയുടെ നോട്ടത്തെയോ അവരുടെ നിൽപ്പിനെയോ മൈൻഡ് ചെയ്യാതെ ഒരു ഭാവവ്യത്യാസവുമില്ലാതെ അവൾ നേരെ തൻ്റെ ക്ലാസ് റൂമിലേക്ക് നടന്നു കയറി. കോളേജ് ക്യാമ്പസ് ഇന്ന് പതിവിലും കൂടുതൽ വാചാലമാണ്. എങ്ങും ആർപ്പുവിളികളും താളമേളങ്ങളും നിറഞ്ഞു നിൽക്കുന്നു. ആഘോഷങ്ങളുടെ ലഹരിയിൽ കലാലയം മുറ്റും ഒന്നടങ്കം ഇളകി മറിയുന്നുണ്ടായിരുന്നു. നിറപ്പടുകിട്ടാർന്ന വസ്ത്രങ്ങൾ അണിഞ്ഞ് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നുമുണ്ട്. ആൾക്കൂട്ടത്തിനിടയിൽ മെറൂൺ നിറത്തിലുള്ള ധാവണിയിൽ അതീവ സുന്ദരിയായി അനഘ കടന്നു വന്നു. ആ നിറം അവളുടെ ചർമ്മകാന്തിക്ക് തന്നെ മാറ്റുകൂട്ടിയിരുന്നു. ലാളിത്യവും ഐശ്വര്യവും ഒത്തുചേർന്ന ആ ലുക്കിൽ അവളൊരു ദേവതയെ പോലെ തിളങ്ങി. സഹപാഠികളുടെ ഇടയിൽ അവൾ ഇന്ന് ഒരു പ്രത്യേക ആകർഷണ കേന്ദ്രമായിരുന്നു. എങ്കിലും പുറത്തെ ബഹളങ്ങളൊന്നും അനഘയെ അലോസരപ്പെടുത്തിയില്ല. അവളുടെ മനസ്സിൽ വരാനിരിക്കുന്ന പ്രോഗ്രാമിൻ്റെ പേടിയും ചടുലതയുമായിരുന്നു. സ്റ്റേജിൽ മൂന്നാമതായാണ് അവളുടെ പ്രകടനം നിശ്ചയിച്ചിരിക്കുന്നത്. ഒട്ടും സമയം കളയാനില്ലെന്ന് ബോധ്യമുള്ളതുകൊണ്ട് തന്നെ അവൾ വേഗം പ്രാക്ടീസ് റൂമിലേക്ക് നടന്നു നീങ്ങി. ക്ലാസ് റൂമിനുള്ളിൽ അഭിരാം സർ ഉണ്ടായിരുന്നു. പുറത്തെ ആരവങ്ങൾക്കിടയിലും ഗൗരവത്തോടെ എന്തോ ഫയലുകൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് സർ. അനഘ അകത്തേക്ക് വരുന്നത് കണ്ട് മൃദുവായൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ പ്രകടനം മികച്ചതാക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കായി അവൾ വേഗത്തിൽ പരിശീലനം ആരംഭിച്ചു. പരിശീലനം കഴിഞ്ഞ് അല്പം കിതപ്പോടെ എന്നാൽ നിറഞ്ഞ ആത്മവിശ്വാസത്തോടെയും അനഘ ക്ലാസ് റൂമിന് പുറത്തേക്ക് ചുവടുവെച്ചു. മെറൂൺ ധാവണയുടെ തലപ്പ് തോളിൽ ഭംഗിയായി പിൻ ചെയ്ത് നെറ്റിയിൽ പടർന്ന വിയർപ്പ് തുള്ളികൾ തുടിച്ച് അവൾ പുറത്തെ വരാന്തയിലേക്ക് എത്തിയതേയുള്ളൂ. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്നവരുടെ സംസാരങ്ങളും ആർപ്പുകളും നിലച്ചതുപോലെ എല്ലാവരുടെയും കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. പതിവിലും സുന്ദരിയായ അനഘയെ കണ്ടപ്പോൾ പലർക്കും കണ്ണെടുക്കാൻ തോന്നിയില്ല. ആ മെറൂൺ നിറം അവളുടെ മുഖത്തിന് ഒരു പ്രത്യേക തിളക്കം നൽകിയിരുന്നു. വരാന്തയുടെ അറ്റത്ത് നിന്നിരുന്ന സിദ്ധാർത്ഥിൻ്റെയും നോട്ടം പോലും അറിയാതെ അവളിൽ ചെന്നു നിന്നു. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന പുസ്തകം പകുതി തുറന്ന നിലയിൽ തന്നെ ഇരുന്നു. അനഘ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഭാവത്തിൽ മുടിയൊന്ന് ഒതുക്കി കെട്ടി മുന്നോട്ട് നടന്നു. പക്ഷെ ദൂരെ മാറി നിന്ന് ഇതൊക്കെ നോക്കി കാണുന്ന ശ്രുതിയുടെ മുഖത്ത് അസൂയയും കടുപ്പം കൂടി വരികയാണ്. താൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും എല്ലാവരുടെയും ശ്രദ്ധ അനഘയെ തന്നെ പോകുന്നത് അവളെ വല്ലാതെ ചൊടിപ്പിച്ചിരുന്നു. അനഘ തൻ്റെ കൂട്ടുകാരിയായ അഭിരാമിയുടെ അടുത്തേക്ക് ചെന്നിരുന്നു. കാറ്റിലാടുന്ന മുടിയിഴകൾ ഒതുക്കി വെക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും തോളിൽ അശ്രദ്ധമായി കിടക്കുന്ന ഷാൾ അവളുടെ വശ്യതയെ വർദ്ധിപ്പിച്ചതേയുള്ളൂ. അവളുടെ അരക്കെട്ടിലൂടെ നേരെ മടക്കുകളും ആ വേഷത്തിനിടയിലൂടെ അല്പം ദൃശ്യമാകുന്ന പൊക്കിൾ ചെയ്യും അവളെ ഒരു ശില്പം പോലെ മനോഹരമാക്കി. കൂട്ടുകാരി അഭിരാമിയോട് ചേർന്ന് നിന്ന് പൊട്ടിച്ചിരിക്കുമ്പോൾ ആ ചിരി ക്യാമ്പസിലെ മറ്റെല്ലാ ശബ്ദങ്ങളെയും നിശബ്ദമാക്കുന്നത് പോലെ തോന്നി. ദൂരെ സിമൻറ്റ് ബെഞ്ചിൽ തൻ്റെ അധ്യാപകർക്കൊപ്പം ഇരിക്കുകയാണ് സിദ്ധാർത്ഥ്. പക്ഷേ അവൻ്റെ ശ്രദ്ധ മുഴുവൻ അനഘയിലാണ്. ക്യാമ്പസിലെ ഓരോ ആൺകുട്ടികളും അവളെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളിൽ ദേഷ്യം അണപൊട്ടി. ഇവൾക്ക് ഇത് എന്തിൻ്റെ കേടാ? ഒന്ന് നേരെ ചൊവ്വെ ഷാൾ ഇട്ടുകൂടെ? അവൻ പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. അഭിരാമിയുമായി സംസാരിക്കുന്നിടയിൽ അവൾ ഷാൾ ശരിയാക്കാൻ തുനിയുന്നില്ല എന്ന് കണ്ടപ്പോൾ അവൻ്റെ നിയന്ത്രണം വിട്ടു. തന്നെ പ്രകോപിപ്പിക്കാനാണോ അതോ എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റാനാണോ അവൾ ഇങ്ങനെയൊക്കെ നിൽക്കുന്നതും ചെയ്യുന്നതും? സിദ്ധാർത്ഥിൻ്റെ കണ്ണുകളിൽ പ്രണയത്തേക്കാൾ ഉപരി ഒരു തരം കടുത്ത വാശിയും അസൂയയും ആ സമയം പടർന്നു. അനഘ അതൊന്നും അറിയാതെ തൻ്റെ കൂട്ടുകാരിയോടൊപ്പം ആഘോഷത്തിൻ്റെ ലഹരിയിലായി. എന്നാൽ സിദ്ധാർത്ഥിൻ്റെ കത്തുന്ന നോട്ടം അവളിലേക്ക് നീളുന്നത് അവൾ അറിഞ്ഞതേയില്ല. അനഘ ആൾക്കൂട്ടത്തിനിടയിലൂടെ പതുക്കെ നിന്ന് തൻ്റെ ഉറ്റ സുഹൃത്തായ അശ്വതിയുടെ അടുത്തേക്ക് മാറി നിന്നു. എല്ലാവരുടെയും നോട്ടം തന്നിലാണെന്ന ബോധ്യം ഉള്ളതുകൊണ്ടാവും അവളൊന്ന് പതറിയെങ്കിലും അശ്വതിയുടെ സാമീപ്യം അവൾക്ക് ആശ്വാസമായി. അനഘ അശ്വതിയുടെ അരികിൽ വന്നിരുന്നു. എന്താടി എല്ലാവരും ഇങ്ങനെ തന്നെ എന്നെ നോക്കുന്നത്? അനഘ ശബ്ദം താഴ്ത്തി ചോദിച്ചു. അശ്വതി അവളെ ഒന്ന് അടിമുടി നോക്കിക്കൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു.
പിന്നെ നോക്കാതിരിക്കുമോ? ഈ മെറൂൺ ധാവണിയിൽ നീ ഒരു ഒന്നൊന്നര ലുക്കാണല്ലോ. എല്ലാവരുടെയും കണ്ണുകൾ തള്ളിയിരിക്കുകയാണ്. സിദ്ധാർത്ഥ് പോലും നിന്നെ തന്നെ സ്റ്റക്കായി നോക്കി നിൽക്കുന്നു. കണ്ണിൽ ദേഷ്യവുമുണ്ട്. അനഘയുടെ മുഖത്ത് ഒരു ചെറിയ നാണം വിരിഞ്ഞു. എങ്കിലും അവൾ അത് മറച്ചു പിടിച്ചുകൊണ്ട് ചോദിച്ചു, പോടി, വെറുതെ ഓരോന്ന് പറയല്ലേ. എൻ്റെ ഡാൻസ് മൂന്നാമതാ. എനിക്ക് ചെറിയൊരു പേടി തോന്നുന്നുണ്ട്, അത് കരുതി. പേടിക്കാനൊന്നുമില്ല, നീ തകർക്കും. അശ്വതി അവളെ കയ്യിൽ പിടിച്ച് ധൈര്യം നൽകി. അകലെ നിന്ന് ഇവരെ തന്നെ നോക്കി നിൽക്കുന്ന സിദ്ധാർത്ഥിനെയും അപ്പുറത്ത് മുഖം വീർപ്പിച്ചു നിൽക്കുന്ന ശ്രുതിയും അവൾ ശ്രദ്ധിച്ചതേയില്ല. പെട്ടെന്ന് സ്റ്റേജിൽ നിന്നും അനഘയുടെ പേര് അനൗൺസ് ചെയ്യുന്നത് അവർ കേട്ടു. അരങ്ങിലെ വെളിച്ചം മെറൂൺ പട്ടുടപ്പിൽ തട്ടി പ്രതിഫലിച്ചപ്പോൾ അനഘ ഒരു ചോലയെപ്പോലെ തോന്നിപ്പിച്ചു. സംഗീതത്തിൻ്റെ ആദ്യ താളം ഉയർന്നതും അവൾ തൻ്റെ കൈകൾ മുദ്രകളായി വിടർത്തി. വിരലുകൾ ഓരോ ചലനത്തിലും ഓരോ കഥ ഒളിപ്പിച്ചു വച്ചതുപോലെ കാണികൾക്ക് തോന്നി. അവളുടെ പാദങ്ങൾ തറയിൽ പതിക്കുമ്പോഴുണ്ടായ ചിലങ്കനാദം ഓഡിറ്റോറിയത്തിൻ്റെ ചുവരുകൾ തട്ടി പ്രതിധ്വനിച്ചു. വേഗതയേറിയ ചുവടുകൾക്കിടയിലും അവളുടെ മുഖത്തെ ഭാവങ്ങൾ തെളിഞ്ഞു നിന്നു. ഒരിക്കൽ അത് പ്രണയമാണെങ്കിൽ അടുത്ത നിമിഷം അത് രൗദ്രഭാവത്തിലേക്ക് മാറി. കണ്ണിലെ ആ തീക്ഷ്ണത കണ്ടുനിന്നവരെ നിശബ്ദരാക്കി. സിദ്ധാർത്ഥ് തൻ്റെ കണ്ണുകൾ അനഘയിൽ നിന്ന് മാറ്റാനാവാതെ തറഞ്ഞു നിന്നു. അവളുടെ ഓരോ ചലനവും മെറൂൺ പട്ടുടുപ്പിൻ്റെ ആടി ഉയരുന്ന ഓരോ ഇഴയും അവൻ്റെ ഹൃദയത്തിൽ പുതിയൊരു താളം തീർത്തു.